രക്തസാക്ഷി വിദ്യാധരന്റെ വീട്ടിൽ ഉമാ തോമസ് എംഎൽഎയുടെ നേതൃത്വത്തിൽ അതിക്രമിച്ചു കയറിയ സംഭവത്തിൽ ആരോപണ വിധേയായ മകൾ ജിജോ വിദ്യാധരൻ പ്രതികരണവുമായി രംഗത്ത്. ഇന്നലെ നടന്ന സംഭവങ്ങൾ തന്റെ അറിവോടെ അല്ലെന്നും ഉമാ തോമസ് എംഎൽഎയുടെ നേതൃത്വത്തിൽ UDF ഗുണ്ടകൾ അതിക്രമിച്ച് വീട്ടിൽ കയറുകയായിരുന്നുവെന്നും ജിജോ പറഞ്ഞു. എനിക്ക് അറിയില്ല, ഒരാൾ പോലും വിളിച്ചില്ല, ഒന്നുമില്ല. ഇവിടെ എൻ്റെ വീട് വന്ന് കുത്തിപ്പൊളിച്ച് തുറക്കണ്, കുറേ ഗുണ്ടകളകത്ത് കയറണ്, എന്തൊക്കെയോ നാടകങ്ങൾ ഇവിടെ നടന്ന്. ഉമാ തോമസ് എന്ന് പറഞ്ഞ MLA നേതൃത്വത്തിൽ കുറേ UDF ഗുണ്ടകൾ കയറി എൻ്റെ വീട് ആക്രമിക്കണം. എന്തൊക്കെയാണ് ഇവിടെ നടന്നതെന്ന് എനിക്കിപ്പോൾ ഓർത്തിട്ട് തന്നെ പേടിയാവണം. സത്യാവസ്ഥയല്ല മീഡിയ ഇന്ന് പുറത്ത് വിട്ടേക്കണത്. ഞങ്ങളിവിടെ അമ്മേനെ സ്വതന്ത്രമായിട്ട് നല്ല ഭക്ഷണങ്ങൾ കൊടുത്തു നന്നായിട്ട് ജീവിക്കുന്ന ഒരു അമ്മയാണ്. ആ അമ്മയ്ക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ കുറേ നാളായിട്ട് ഞങ്ങളുടെ പുറകെ നടന്ന് ഉപദ്രവിക്കുകയാണ്. KM ഉമേഷ് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ഉമേഷ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ മകൾക്കും കുടുംബത്തിനുമൊക്കെ എതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ എന്താണ് അവർ പറയുന്നത്? ഈ സംഭവത്തിന്റെ നിജസ്ഥിതി എന്താണ്? അസിത, യഥാർത്ഥത്തിൽ ഒരു രക്തസാക്ഷി കുടുംബത്തെ അപമാനിക്കാനുള്ള ഒരു നീക്കം ഉണ്ടായി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇന്നലെ ഈ നേരത്താണ് ഈ ഉമാ തോമസ് MLAയുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം UDF സംഘം ഈ തൈക്കോടത്തുള്ള ഇവരുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി വീട് കുത്തിപ്പൊളിച്ച് അകത്ത് കയറുകയുമൊക്കെ ചെയ്തത്. അവർ പറഞ്ഞ കാരണം ഈ രക്തസാക്ഷിയായ വിദ്യാധരൻ്റെ ഭാര്യ അവരുടെ അമ്മയെ ഇവർ വീട്ടിൽ നിന്ന് പുറത്താക്കി വീട് വിട്ടു പോയിരിക്കുകയാണ്. ഒരു വർഷമായി അവർക്ക് അകത്ത് കയറാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് അവർ ആരോപിച്ചത്. എന്നാൽ അത് വ്യാജ വാർത്തയാണ്, വ്യാജ പ്രചരണമാണ് എന്ന് വ്യക്തമാക്കിയാണ് ഇന്ന് കുടുംബം രംഗത്തെത്തിയത്. വിദ്യാധരൻ്റെ വിധവയടക്കം ഉള്ളവരാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. അവർ പറഞ്ഞത് ഉമാ തോമസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഇറക്കിയ ഒരു വ്യാജ പ്രചരണമാണ് എന്നാണ്. യഥാർത്ഥത്തിൽ അമ്മയെ തങ്ങൾ സംരക്ഷിച്ചു വരികയാണ്, പതിറ്റാണ്ടുകളായി അമ്മയെ സംരക്ഷിച്ചു വരികയാണ്, തങ്ങളുടെ കൂടെ തന്നെയാണ് അമ്മ ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി മകളുടെ വീട്ടിലേക്ക് താമസം മാറി, അതായത് വിദ്യാധരൻ്റെ മകളുടെ വീട്ടിലേക്ക് അവരുടെ കുടുംബം മാറി. ആ സമയത്ത് അമ്മയോട് കൂടെ പോരുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്നാൽ അമ്മ ഇളയ മകളുടെ അടുത്തേക്ക് പോവുകയാണ് ചെയ്തത്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതുകൊണ്ട് ഈ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. പക്ഷേ ഇവരുടെ നേതൃത്വത്തിൽ ഉമാ തോമസും ഒപ്പം UDF സംഘവും ഒക്കെയുള്ള ഇവരുടെ മറ്റൊരു ബന്ധുവും ഒക്കെ ചേർന്ന് ഇവർക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. ഇങ്ങനെ അമ്മയെ പുറത്താക്കി എന്ന് ഉള്ള ആരോപണം ഉന്നയിക്കുകയും ആ അമ്മയെ കൊണ്ട് വ്യാജ പരാതി നൽകുകയുമൊക്കെയാണ് ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ RDO ഒരു ഉത്തരവിറക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ്, ആ ഉത്തരവുമായൊക്കെയാണ് ഇന്നലെ പോലീസ് സംഘത്തിനെയൊക്കെ വിളിച്ച് അവരുടെ നേരെ തട്ടിക്കയറുകയും വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയൊക്കെ ചെയ്തത്. യഥാർത്ഥത്തിൽ തങ്ങളെ അപമാനിക്കാനുള്ളൊരു നീക്കമാണ് MLAയുടെ നേതൃത്വം നടത്തിയത്. ഉമാ തോമസ് MLAയുടെ നേതൃത്വത്തിലുള്ള തിരക്കഥയായിരുന്നു ഈ സംഭവത്തിന് പിന്നിലെന്നാണ് ഇപ്പോൾ ആ കുടുംബം വിശദീകരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് KM ഉമേഷ്.